ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, ആണ്ടുവട്ടം 34-ാം ഞായർ, അതായത് ആരാധനക്രമത്തിലെ അവസാന ഞായർ, യോഹന്നാൻ സുവിശേഷം 18-ാം അധ്യായം 33 മുതൽ 37 വരെയുള്ള വാക്യങ്ങളാണ് നാം വിചിന്തനം ചെയ്യുന്നത്. യേശുവിൻ്റെ ബന്ധനവും വിചാരണയും 4-ാം സുവിശേഷകൻ വിവരിക്കുന്ന ഇടത്ത് പിലാത്തോസിൻ്റെ മുൻപിൽ നടക്കുന്ന വിചാരണയാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. 4-ാം സുവിശേഷകൻ തൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഏറെ ശ്രദ്ധയോടെ രൂപം നൽകി അവതരിപ്പിക്കുന്ന ഒരു ഭാഗമാണ് ഈ വിചാരണയുടെ ഭാഗം. യേശുവിൻ്റെ രാജ്യത്വം ഈ വിചാരണയിലെ പ്രധാന വിഷയമാണ്. 33 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. വിചാരണ നടക്കുന്നത് പിലാത്തോസിൻ്റെ പുറത്തേക്കും അകത്തേക്കുമുള്ള നീക്കമനുസരിച്ചാണ്. കാരണം യേശു പ്രത്തോറിയത്തിലാണ്, യഹൂദർ പുറത്താണ്. ആയതിനാൽ പിലാത്തോസിന് 2 കൂട്ടരോടും ഒരേ സമയത്ത് ഒരു സ്ഥാനത്ത് നിന്ന് സംസാരിക്കാൻ കഴിയുകയില്ല. യേശുവിനോട് സംസാരിച്ചതിന് ശേഷം പുറത്ത് ഉള്ള യഹൂദരോട് പിലാത്തോസ് സംസാരിക്കുന്നു. വീണ്ടും അകത്ത് വന്ന് അയാൾ യേശുവിനോട് സംസാരിക്കുന്നു. ഇപ്രകാരം വിചാരണ മുന്നോട്ട് നീങ്ങുകയാണ്. വിചാരണയിലെ ഒരു സവിശേഷത, വിചാരണ ചെയ്യപ്പെടുന്ന യേശു നിശബ്ദനല്ല എന്നതാണ്. സമവീക്ഷണ സുവിശേഷങ്ങളിൽ വിചാരണ ചെയ്യപ്പെടുമ്പോൾ യേശു പൊതുവെ നിശബ്ദനാണ്. എന്നാൽ 4-ാം സുവിശേഷത്തിൽ വളരെ വാചാലതയോടും സാമർത്ഥ്യത്തോടും കൂടെ തനിക്കെതിരെ ഉയരുന്ന ആരോപണങ്ങൾക്ക് യേശു മറുപടി നൽകുകയാണ്. 4-ാം സുവിശേഷ പ്രകാരം മറുപടി നൽകുന്ന യേശുവാണ് തൻ്റെ ഭാഗതയെ നിശ്ചയിക്കുന്നത്, പിലാത്തോസ് അല്ല. അങ്ങനെയാകുമ്പോൾ സത്യത്തിൽ പിലാത്തോസാണ് വിചാരണ ചെയ്യപ്പെടുന്നത്. യേശു വിചാരണ ചെയ്യുന്നവനാണ്. പിലാത്തോസ് ന്യായപീഠത്തിൽ ഇരുന്ന് വിധി പ്രസ്താവിക്കുമ്പോൾ വിധിക്കുന്നു എന്ന് ചിന്തിക്കുന്ന പിലാത്തോസും അദ്ദേഹത്തിൻ്റെ കൂടെയുള്ള യഹൂദരുമാണ് യഥാർത്ഥത്തിൽ വിധിക്കപ്പെടുന്നത് എന്ന സന്ദേശമാണ് സുവിശേഷകൻ ഇവിടെ നൽകാനായിട്ട് ശ്രമിക്കുന്നത്. വിചാരണ മധ്യേ പിലാത്തോസ് യേശുവിനോട് ചോദിക്കുന്നു, നീ യഹൂദരുടെ രാജാവാണോ? പിലാത്തോസിന് മുൻപിലുള്ള വിചാരണയിൽ രാജാവ് എന്ന പ്രയോഗം 9 പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. 33-ാം വാക്യം, 37-ാം വാക്യം, 39-ാം വാക്യം, അതോടൊപ്പം തന്നെ 19-ാം അധ്യായത്തിൽ 3, 12, 14, 15 എന്നീ വാക്യങ്ങളിലൊക്കെ വിചാരണയിൽ ഉടനീളം രാജത്വത്തിന് ദൈവശാസ്ത്രപരമായ പ്രാധാന്യം നൽകാനാണ് 4-ാം സുവിശേഷകൻ ഇത്രയേറെ തവണ ഈ പദം ഉപയോഗിക്കുന്നത്. 4-ാം സുവിശേഷത്തിൽ ഉടനീളം കാണുന്നത് പോലെ യേശു പിലാത്തോസിൻ്റെ ചോദ്യത്തോട് സ്വന്തം ചോദ്യത്തോടെ പ്രതികരിക്കുന്നു. അപ്രകാരം പിലാത്തോസ് യേശുവിനാൽ വിചാരണ ചെയ്യപ്പെടുകയാണ്. പിലാത്തോസിൻ്റെ മറുപടിയിൽ ശക്തമാകുന്നത് യേശുവിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നതിൽ ഉൾച്ചേർന്നിരിക്കുന്ന രാഷ്ട്രീയ ഔചിത്യത്തിൻ്റെയും സ്വാർത്ഥ താല്പര്യത്തിൻ്റെയും പങ്കാണ്. കൂടാതെ ദൈവശാസ്ത്രപരമായി യഹൂദർ ദൈവത്തിൻ്റെ വെളിപാടിനോടുള്ള ലോകത്തിൻ്റെ എതിർപ്പിനെ പ്രതിനിധീകരിക്കുകയാൽ പിലാത്തോസും തൻ്റെ പ്രതികരണത്തിലൂടെ യഹൂദരിൽ ഒരാളായി മാറുകയാണ്. എങ്കിലും പിലാത്തോസ് ആരംഭത്തിൽ ചോദിച്ച ചോദ്യത്തിന് യേശു ഉത്തരം നൽകാൻ ശ്രമിക്കുകയാണ്. എൻ്റെ രാജ്യം ഐഹികമല്ല. യേശുവിൻ്റെ ഉത്ഭവം ദൈവത്തിൽ നിന്നാണ്. 3-ാം അധ്യായം 31-ാം വാക്യം ഉദാഹരണം. അപ്രകാരം യേശുവിൻ്റെ രാജ്യത്വത്തിൻ്റെ ഉത്ഭവവും ദൈവമാണ്. രാജ്യത്വത്തെക്കുറിച്ചുള്ള പിലാത്തോസിൻ്റെയും യേശുവിൻ്റെയും ധാരണകൾ തമ്മിലുള്ള വ്യത്യാസം
ഈ ലോകവും ദൈവവും തമ്മിൽ ബന്ധപ്പെട്ടിരിക്കുന്നു. ഈ രാജ്യത്തിൻ്റെ അല്ലെങ്കിൽ ഈ ലോകത്തിൻ്റെ പ്രത്യേകത സേവകർ രാജാവിനെ സംരക്ഷിക്കും എന്നതാണ്. എന്നാൽ ദൈവരാജ്യത്തിൽ സേവകർ ഇല്ല. യേശു വിഭാവനം ചെയ്യുന്ന രാജ്യത്വം പിലാത്തോസ് വീക്ഷിക്കുന്നത് പോലെ ബലപ്രയോഗത്തിലൂടെ നേടിയെടുക്കാനാവുന്ന ഒന്നല്ല. തുടർന്ന് പിലാത്തോസ് യഥാർത്ഥ ചോദ്യത്തിലേക്ക് മടങ്ങുകയാണ്. അപ്പോൾ നീ രാജാവാണ് അല്ലേ? അത് യേശു രാജാവാണെന്ന അദ്ദേഹത്തിൻ്റെ അനുമാനങ്ങൾ സ്ഥിരീകരിക്കപ്പെടുന്നതായി സൂചിപ്പിക്കുകയാണ്. പിലാത്തോസിന്റെ നിഗമനത്തെ യേശു വിവരിക്കുകയാണ് ചെയ്യുന്നത്. നീ തന്നെ പറയുന്നു, ഞാൻ രാജാവാണെന്ന്. ഇതിനു വേണ്ടിയാണ് ഞാൻ ജനിച്ചത്, ഇതിനു വേണ്ടിയാണ് ഞാൻ ഈ ലോകത്തിലേക്ക് വന്നതും, സത്യത്തിന് സാക്ഷ്യം നൽകാൻ. സത്യത്തിൽ നിന്നുള്ളവൻ എൻ്റെ സ്വരം കേൾക്കുന്നു. ഞാൻ ഈ ലോകത്തിലേക്ക് വന്നത് എന്ന പ്രയോഗത്തിൽ യേശു ദൈവത്തിൽ നിന്നും ഉത്ഭവിച്ചുവെന്നും അവിടെ നിന്ന് ദൈവം ഏൽപ്പിച്ച ദൗത്യം നിക്ഷിപ്തമായിരിക്കുന്നുവെന്നും സൂചനയുണ്ട്. ദൈവം യേശുവിന് നൽകിയ ദൗത്യം സത്യത്തിന് സാക്ഷ്യം നൽകുക എന്നതാണ്. പിതാവാകുന്ന സത്യത്തെ വെളിപ്പെടുത്തുന്നവനും പിതാവാകുന്ന സത്യത്തിൻ്റെ വെളിപാടുമാണ് യേശു. ഇത് 4-ാം സുവിശേഷത്തിലെ മുഖ്യ വിഷയമാണ്. ഉദാഹരണം 1-ാം അധ്യായം 14-ാം വാക്യം കാണാം. യേശുവിനെ രാജാവായി അംഗീകരിക്കുന്നവർ സത്യത്തിൽ നിന്നുള്ളവരായിരിക്കണം. യേശുവിൽ വിശ്വസിച്ച് യേശുവിൽ വസിക്കുന്നവരാണ് ദൈവത്തിൻ്റെ ഭരണത്തിൻ കീഴിൽ വരുന്നത്. യേശു നൽകിയ വിശദീകരണം പിലാത്തോസിന് ആശയക്കുഴപ്പം സൃഷ്ടിക്കുകയാണ്. അതുകൊണ്ട് അദ്ദേഹം ചോദിക്കുന്നു, എന്താണ് സത്യം? യേശു ആ ചോദ്യത്തിന് മറുപടി നൽകുന്നില്ല. കാരണം യേശുവിൽ വിശ്വസിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം കാര്യം വ്യക്തമാണ്. യേശുവാണ് സത്യം. യേശുവുമായി ബന്ധപ്പെടുന്നവരാണ് സത്യത്തിലേക്ക് വരുന്നത്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ യേശുവിൻ്റെ സ്വരം കേൾക്കുന്നവർ സത്യം സ്വീകരിക്കുന്നു. അതുകൊണ്ട് പിലാത്തോസിൻ്റെ ചോദ്യത്തിൻ്റെ യഥാർത്ഥ പ്രാധാന്യം അത് വായനക്കാർക്ക് എന്ത് സൂചന നൽകുന്നു എന്നതിലാണ്. യോഹന്നാൻ്റെ ദൈവശാസ്ത്ര വിരോധാഭാസത്തിൻ്റെ ഒരു ഉത്തമ ഉദാഹരണം ഇവിടെ വീണ്ടും വായനക്കാർ കണ്ടെത്തുകയാണ്. കാരണം പിലാത്തോസിൻ്റെ ചോദ്യത്തിൽ അതിൻ്റെ ഉത്തരവും അടങ്ങിയിരിക്കുന്നു. താൻ സത്യത്തിൽ പെട്ടയാളല്ലെന്നും താൻ യേശുവിൻ്റെ സ്വരം കേൾക്കുന്നില്ലെന്നും പിലാത്തോസ് അറിയാതെ വെളിപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. ക്രിസ്തുവിൽ വാത്സല്യമുള്ളവരെ, എല്ലാ വെളിപാടുകളും ക്ഷണമാണ്, ഇൻവിറ്റേഷനാണ്. മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ നമുക്ക് വെളിപ്പെടുത്തുന്നതിലൂടെ ദൈവത്തോടൊപ്പം ജീവിക്കാൻ അവിടുന്ന് നമ്മെ ക്ഷണിക്കുകയാണ് ചെയ്യുന്നത്. ഇതാണ് യേശുവിൻ്റെ രാജ്യത്വത്തിൻ്റെ യാഥാർത്ഥ്യം. യേശു കർത്താവാണ്. അതിനാൽ നമുക്ക് അവിടത്തോടൊത്ത് സ്നേഹത്തിൽ ജീവിക്കാൻ കഴിയണം. അതിനുവേണ്ടിയാണ് നാം ക്ഷണിക്കപ്പെടുന്നത്. യേശു നമ്മുടെ രാജാവാണ്. നമ്മുടെ മേൽ അവിടുന്ന് ആധിപത്യം സ്ഥാപിക്കുന്നില്ല. അവിടുന്ന് നമ്മോട് കൂടെയാണ്. യേശുവിൻ്റെ സ്വരം ശ്രവിച്ച് ഈ ലോകത്തിലെ തിന്മയുടെ ശക്തികളോട് പോരാടി സത്യത്തിന് സാക്ഷ്യം വഹിക്കുവാനാകുമ്പോൾ ക്രിസ്തു വിഭാവനം ചെയ്യുന്ന രാജ്യത്തിൽ നമുക്കും ഭാഗഭാഗിത്വം ലഭ്യമാകും. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.